ലോക സിനിമ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൂപ്പർ നാച്ചുറൽ മിത്തിക് അങ്ങനത്തെ ഒരു വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവത്തിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സിനിമയെ ഇഷ്ടപ്പെടുമെന്നും പറഞ്ഞിട്ട് അത് ചുമ്മാ പറയുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഇത് വെച്ചിട്ട് നമുക്കെല്ലാവർക്കും പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഒരു ജേണറിനോടുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, അതിനോടേ നമുക്ക് താല്പര്യം തോന്നുള്ളൂ. അപ്പോൾ അതുപോലെ എനിക്ക് കൂടുതൽ താല്പര്യമുള്ള സംഭവമാണ് ഈ ഫിക്ഷണലായിട്ടുള്ള ഈ മിത്തിക്കൽ ഈ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, പവർ, ഈ സൂപ്പർ പവർ, അതുപോലത്തെ ഒരു സെറ്റപ്പൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നു എന്നുള്ള രീതിയാണ് ഈ ലോക എന്ന സിനിമയ്ക്ക് ഇത്ര ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാത്തൊരു രീതിയിൽ ആ പടം ശരിക്കൊരു ഹോളിവുഡ് ലെവലെന്നൊക്കെ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് എന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും നല്ല മേക്കിങ്ങിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം പിടിക്കുന്ന മേക്കിങ്ങിൽ പല സിനിമകളും കൂടെ ഉണ്ട്. അതല്ല എൻ്റെ കാര്യം. അങ്ങനെ ഒരു സംഭവത്തിനൊരു സർറിയൽ സംഭവം ഈ വേൾഡ് റിയലാണ് എന്ന് തോന്നിപ്പിക്കാൻ അതിന് പറ്റി. അതാണ് ലോക സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതായത് അതൊരു സംഭവം നമുക്കൊരു കല്ല് അല്ലെങ്കിൽ അവർ നമ്മുടെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം ഭയങ്കര നോർമലായിട്ട് അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ ആ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് നോർമലി ഇംഗ്ലീഷ് മൂവികളിലും സീരീസുകളിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കോമൺ അല്ലെങ്കിൽ പോലും ഒരു ഭയങ്കര ഫാൻ ഫോളോവിങ് ഉള്ളൊരു വിഭാഗമാണ്. ഇപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ കഥ എഴുതിയ ഡൊമിനിക് ആയാലും മറ്റേ പിന്നെ പേരെന്തായിരുന്നു, മറ്റേ ആ സിനിമയുടെ എനിക്ക് ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം. അപ്പോൾ സോറി. അപ്പോൾ ആ നടിയായാലും അവർ ഉറപ്പായിട്ടും വാമ്പയർ ഡയറീസ്, ലൂസിഫർ, ടീൻ വോൾഫ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിയില്ലെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളുടെ അകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സീരീസ് അപ്പോഴേക്ക് ഈ സിനിമ അങ്ങനെയായിട്ട് പോകും. അതിൽ വരാൻ പോകുന്നത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വെയർവോൾഫ്. എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ ഒരു വെയർവോൾഫാണ്. വെയർവോൾഫ്, ഈ ഗോബ്ലിൻ, ഈ സംഭവങ്ങൾ വെയർവോൾഫ്, ഗോബ്ലിൻ, കുറേ ഇതുപോലെ സൂപ്പർ നാച്ചുറലായിട്ട് നമുക്ക് അറിയാത്ത ഇപ്പം ഇനി എല്ലാവരും അറിയും. ഇതുവരെ ആർക്കും അറിയില്ല, അത് ഇനി എല്ലാവരും അറിയും. ഇനിയിപ്പോൾ ഓൾറെഡി ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു സീരീസൊക്കെയാണ് ഈ വാമ്പയർ ഡയറീസ്, ഇതിൻ്റെ സിഗ്നഫൈ ഒറിജിനൽസ്, ലെഗസീസ്, അങ്ങനെയുള്ളതായിരുന്നു. ഇനി ഇത് കുറച്ചുകൂടി കൂടും. ഇതിപ്പോൾ ലോക കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ഇനിയിപ്പോൾ ഈ സംഭവങ്ങളിൽ ഒന്നൊരു പൊങ്ങി വരും, ആൾക്കാരെല്ലാം എൻ്റെ പുറകെയായിട്ട് പോകും. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എനിക്ക് ഓൾറെഡി ഇഷ്ടമുള്ള ഒരു ജേണറിൻ്റെ സംഭവം അത് മലയാളത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു മലയാളത്തിൽ വന്നപ്പോൾ കൊള്ളില്ല, ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു നല്ലത് എന്ന് പറയിക്കാതെ മലയാളത്തിലും അടിപൊളി അത്യാവശ്യം നല്ല രീതിക്ക് ഇറക്കി വെച്ചേക്കണം. പക്ഷെ എനിക്ക് എല്ലാം കുറഞ്ഞു പോയതായിട്ടോ തോന്നിയ, ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ലോകയുടെ അടുത്ത പാർട്ടുകളൊക്കെ വരട്ടെ, ഹാപ്പിയായിട്ട് കാണാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ലോക സിനിമ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അവിടേക്ക് ഒരു ചെറിയൊരു ഒരു VFXൻ്റെ ഒരു ഇത് തോന്നി. പക്ഷേ എങ്കിലും ഇതുവരെ ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ഇനി ഇതുപോലത്തെ പടം വരട്ടെ, ഞാനും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് പറയാൻ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ ആ മടി മാറ്റാൻ കറക്റ്റ് ഞാൻ ഇന്നലെ ലോക കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള സാധനം വന്നു, ഞാനിത് സംസാരിച്ചു. അപ്പോൾ അതെന്തെങ്കിലും വരുമ്പോൾ കാണാം. ബൈ.